കാര്യങ്ങൾ ട്രൈബൽ മന്ത്രിയാകേണ്ടത് ഉന്നത കുലജാതനാണെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരാമർശത്തോട് യോജിപ്പാണ് വിയോജിപ്പാണ്? അല്ല, ഇതൊക്കെ നിങ്ങൾ ഇന്നലെ അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചതാണ്. അദ്ദേഹം അതിന് ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തെ കുറിച്ച് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ രണ്ട് കാര്യമാണ് മാധ്യമ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കണം എന്ന് ആഗ്രഹിച്ചത്. ഒന്ന്, നമ്മുടെ ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങളെല്ലാം വന്നത് ഞങ്ങൾ ആ പ്രചരണത്തിന്റെ ഭാഗത്തിനിടെയാണ് ഈ പരാമർശം. ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങൾ പോലും സുരേഷ് ഗോപിയുടെ ഈ ഒരു പരാമർശം ചർച്ചയാക്കുന്നു. ഈ നൂറ്റാണ്ടിലും ആ വാക്ക് ഉന്നത കുല ജാതർ എന്ന് ഉപയോഗിക്കുന്നതിന്റെ യുക്തിയാണ് മനസ്സിലാകാത്തത്. ഞാൻ പറഞ്ഞത് അതിനോട് യോജിപ്പാണോ വിയോജിപ്പാണോ? ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്ന്, ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനെ സംബന്ധിച്ച് നിങ്ങളുമായി ചിലത് പങ്കുവെക്കണം എന്നാഗ്രഹിച്ചിട്ടാണ് ഞാൻ വന്നത്. രണ്ട്, കേന്ദ്ര ബജറ്റിനെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ മാധ്യമ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വയനാട് പാക്കേജ് പറയുന്നില്ലെന്ന് പറഞ്ഞു. വയനാട് പാക്കേജ് സംബന്ധിച്ചത് ന്യായമായ കേരളത്തിൻ്റെ ആവശ്യമായിരുന്നില്ല. ഇക്കാര്യത്തിൽ കേരളത്തിലെ BJP ഘടകം കേന്ദ്രവുമായി എന്തെങ്കിലും ഒരു ആശയവിനിമയം നടത്താൻ ആലോചിക്കുന്നുണ്ടോ? കാരണം ഈ ബജറ്റിൽ കേരളം പ്രതീക്ഷിച്ചതാണ്. വയനാട്ടിലെ പുനരധിവാസം അത്യാവശ്യമുള്ള സംഗതിയല്ല. പ്രസക്തമായ ചോദ്യമാണിത്. വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാക്കേജ് അത് ബജറ്റിലല്ല പ്രഖ്യാപിക്കേണ്ടത്. അത് ബജറ്റ് കഴിഞ്ഞതിന് ശേഷവും കേന്ദ്ര സർക്കാരിന് പ്രഖ്യാപിക്കാവുന്നതാണ്. ഏതായാലും വയനാട്ടിലെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് കേരള സർക്കാരുമായിട്ട് ചില ചർച്ചകൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു, ഇതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരിന് ചില പദ്ധതികൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നൽകിയിട്ടുള്ള വാഗ്ദാനം അത് പാലിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. ഇത് ബജറ്റിലല്ല പ്രഖ്യാപിക്കേണ്ടത്, ബജറ്റിന് പുറത്താണ് പ്രഖ്യാപിക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി, അതായത് ജോർജ് കുര്യൻ പറഞ്ഞതിനെ ലളിതമായി ന്യായീകരിച്ചും സുരേഷ് ഗോപി പറഞ്ഞതിനോട് പ്രതികരിക്കാതെയും അല്ല, ഇക്കാര്യത്തിൽ സുരേഷ് ഗോപി എന്താണോ പറഞ്ഞത് അതിനെക്കുറിച്ച് ഇന്നലെ തന്നെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എന്താണ് അദ്ദേഹം ആ വാക്ക് അത് എത്രത്തോളം ബാധിച്ചു എന്നത് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടായിരിക്കണം വൈകിട്ട് പ്രസ്താവന പിൻവലിച്ചത്. ഇതിൽ നമുക്കറിയേണ്ടത് എന്താണ് BJPയുടെ മറുപടി. ഇപ്പം വളരെ കൃത്യമായി ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം അതിന് ഉത്തരവും പറഞ്ഞു. നിങ്ങൾ ചോദിച്ചു. ഇനി ഞാൻ പിന്നീട് അതിന് ശേഷം ഇനി എന്താ ഞാൻ പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞല്ലോ, ജനപ്രതിനിധിയാണ് അദ്ദേഹം അതിനെക്കുറിച്ചുള്ള അഭിപ്രായം. കേന്ദ്ര ട്രൈബൽ മിനിസ്ട്രിയിൽ ഇരിക്കുന്നത് ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിയാണ്. അപ്പോൾ അവരെ അടക്കം തള്ളിപ്പറയുന്ന രീതിയിലല്ലേ ആ പ്രസ്താവന? ഇതിനെ സംബന്ധിച്ച് സുരേഷ് ഗോപിക്കെതിരെ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. മാധ്യമങ്ങൾ ഇത് വളച്ചൊടിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നൊരു നീക്കം ഉണ്ടായി. അല്ലല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നും പിന്നെ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ അഭിപ്രായം എന്താണെന്നും അയാൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സുരേഷ് ഗോപി പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എനിക്കൊരു അഭിപ്രായം അക്കാര്യത്തെ കുറിച്ചില്ല. അല്ല, ഇതിനെ സംബന്ധിച്ച് സുരേഷ് ഗോപി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞതിനപ്പുറത്ത് എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല.